യൂത്താണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കൂർഗിലും മൈസൂരൊക്കെ ട്രിപ്പ് പോയതിൻ്റെ ആ ഒരു വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂർഗിൽ ദുബാരെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് പോയിട്ടുള്ളത്. അവിടെ എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ എലിഫൻറ്റ് ക്യാമ്പ് കാണാനാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് കാവേരി നദിയാണ്. ഈ നദി കടന്നിട്ട് വേണം അപ്പുറത്തെ ഭാഗത്തേക്ക് കടക്കാൻ. അവിടെയാണ് എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞ സമയമായതുകൊണ്ടാണ് ആൾക്കാർ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. വെള്ളം കൂടുതലുള്ള സമയത്ത് ഇതിലൂടെ ഇങ്ങനെ പോകാൻ പറ്റില്ല. നല്ല ശക്തിയായിട്ട് തന്നെ നല്ല വെള്ളം പോവും. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് എത്ര 500 രൂപ 400 രൂപ അങ്ങനെയായിട്ടുണ്ട് ടിക്കറ്റിന്. കുട്ടികൾക്ക് കുറച്ചൊരു കുറവുണ്ട്. ഇവിടെ എല്ലാ ടൈമും അലൗഡ് അല്ല. രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷനുള്ളൂ. രാവിലെ ഒരു 8:30 9 മണി ആ ഒരു ടൈമിലും വൈകുന്നേരം ഒരു 4 മണി 4:30 മുതൽ 5:30 വരെ ആ ഒരു ടൈം അങ്ങനെയാണ് ഇവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ആനയെ അടുത്ത് നിന്ന് കാണുന്നത്. പിന്നെ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അവിടുന്ന് അടുത്ത് തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ. കുറച്ചൊരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്ഥലവും കാണേണ്ടത് കൊണ്ട് നമ്മളവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ പോകുന്നത് മൈസൂർ പാലസ് കാണാനാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മൈസൂർ പാലസ് കാണണമെന്ന്. ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയിട്ടുള്ളത്. ഞാൻ മുന്നേ ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മൈസൂർ പാലസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത്രയും ഏക്കർ കണക്കിനാണ് അവിടെ ആ ഒരു പാലസ് ഉള്ളത്.
ഒരുപാട് നടക്കാനുണ്ട് അവിടെ. നല്ലൊരു വ്യൂ ആയിരുന്നു, എല്ലാ ഭാഗത്തും നല്ലൊരു വ്യൂ ആണ്. ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് ഉള്ളിൽ കയറി. എന്നിട്ട് അവിടെയുള്ളൊരു സ്റ്റാഫ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഗൈഡ്. നമ്മൾ കൂർഗിലും മൈസൂരിലൊക്കെ ആയിട്ട് 2 ദിവസത്തെ ട്രിപ്പ് അടിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി, രണ്ടാമത്തെ ദിവസമാണ് ഇതൊക്കെ കവർ ചെയ്തത്. പിന്നെ അടുത്തുള്ള അക്വാ വാട്ടറിലൊക്കെ കയറി. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിന്. അവരുടെ ആവശ്യം വേറെ എവിടെ പോയിട്ടില്ലെങ്കിൽ ഇവിടെ പോകണം എന്നാണ്. അവർക്ക് ഈ ഫിഷിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള നമ്മുടെ ട്രിപ്പ് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഫസ്റ്റ് ദിവസത്തെ 2 സ്ഥലങ്ങളിൽ പോയ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാണ്ടൽപേട്ടയിലും അബ്ബി വാട്ടർഫോൾസിലൊക്കെ പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. ബൈ ബൈ മൈസൂർ. നമുക്ക് ഏറ്റവും ഇഷ്ടം